ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തട്ടിയിടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഹാപ്പി വീഡിയോ ആണ്. ഞങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ജോലി കഴിഞ്ഞ് എത്തിയുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനോട് ഇഞ്ഞ് വാക്കണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോ എടുക്കാം. ഈ സംഭവം എനിക്ക് ഇന്നലെ എടുക്കണമായിരുന്നു. എന്താ വെച്ചാൽ ഈ ഹാപ്പിനെസ് ഞങ്ങളുടെ ലൈഫിൽ ഇന്നലെയാണ് വന്നത്. പക്ഷേ ഞാൻ നൈറ്റ് ഒരു 8 o'clock വരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്നിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ 6 o'clock ആകുമ്പോഴേക്കും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശ്വര അപ്പം എന്നെ തട്ടിട്ടാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാം. നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് ഷെയർ ചെയ്യണ്ടേ, ഇതൊക്കെയല്ലേ. അപ്പോൾ എന്തിട്ടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിച്ചു നിന്നിട്ടില്ല, ഷോർട്ട് കട്ടായിട്ട് പറയാം. അങ്ങനെയല്ല, അത് പെട്ടെന്ന് പറയണ്ടേ ഞാൻ എന്താ സംബന്ധം. അപ്പം ഞാൻ മിക്ക ആൾക്കാർക്ക് അറിയാമായിരിക്കും നമ്മൾ ഇന്ത്യയിലല്ല, നമ്മൾ കാനഡയിലാണ്. കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ കാനഡയിലാണ്. അപ്പം കാനഡയിൽ വന്നിട്ട് ഞങ്ങൾ 3 വർഷമായി. അപ്പോൾ ഇതൊക്കെ ഒരു 2.5 വർഷം. ഞാൻ വന്നതിന് ഒരു 8 മാസത്തിന് ശേഷമാണ് ചിക്കും സുജുവും വന്നത്. അപ്പം അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഏപ്രിൽ 11 ആയിരുന്നു 3 വർഷം കംപ്ലീറ്റ് ആയത്. ഇവിടെ ലാൻഡ് ചെയ്തു. യെസ്, അങ്ങനെ 12 നമുക്ക് ഡേയ്സിന് വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 ദിവസത്തെ ഡിഫറൻസ് അല്ല, ട്രാവലിംഗ് ഉണ്ടായിരുന്നല്ലോ. അവിടെ 10th എന്ന് പറയുമ്പോൾ ഒരു 8.5 hours ഡിഫറൻസ് ഉണ്ട് ഇന്ത്യയും കാനഡയായിട്ടും. ഇപ്പോൾ ഈ സമയത്ത് പിന്നെ നവംബർ തൊട്ട് അത് 9.5 hours ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ സംഭവത്തേക്ക് കിടക്കാം. അപ്പോൾ ഈ 3 വർഷമായിട്ട് വന്നിട്ട് ഞാൻ ആസ് എ സ്റ്റുഡൻ്റാണ് വന്നത്. കുറേ കടമകളൊക്കെ കടന്ന് സ്റ്റുഡൻറ്റ് വിസ കിട്ടി. ഫസ്റ്റിൽ തന്നെ അപ്രൂവായി. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിവിടെ സ്റ്റുഡൻ്റായി വരുന്നത് എന്തുകൊണ്ടാണ്. പഠിപ്പുണ്ടില്ല എന്നല്ല, അത് ഓഫ് കോഴ്സ് ഒരു മാൻഡേറ്ററി തിങ്ങാണ്. പക്ഷെ അത് അപ്പുറമുള്ള വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പി ആർ ആണ് നമുക്ക് മെയിൻ എന്താ പറയുക നമ്മുടെ എയിം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് PR കിട്ടി. യെസ്, അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു ഞങ്ങളുടെ PR കൺഫർമേഷൻ്റെ, വിച്ച് ഇസ് കൺഫേമായിട്ട് ഞങ്ങൾക്ക് കൺഫർമേഷൻ ഓഫ് PR വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ കാർഡ്. ഇനി നമുക്ക് ഇതിൻ്റെ പെർമനൻറ്റ് റെസിഡൻ്റ് ഒരു കാർഡ് കിട്ടും. ഇനി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനി എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല, പലർക്കും പല ടൈം ഡ്യൂറേഷനൊക്കെയാണ്. ഞാനൊരു വീഡിയോ എന്തായാലും എൻ്റെ ഡീറ്റെയിൽഡ് PR പ്രോസസ്സ് എത്ര നാളെടുത്തു, എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്, ഏത് പ്രോഗ്രാമാണ് ചെയ്തത്, ഏത് PR-ൻ്റെ പ്രോഗ്രാമാണ് ചെയ്തത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് പോയി. എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് നമുക്ക് PR വയ്ക്കുമ്പോൾ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പോൾ അതും ഉൾപ്പെടുത്തിയിട്ട് പറയാം. എന്താ വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു, അതൊക്കെ ഞാൻ എന്തായാലും കമ്മിങ് വീഡിയോസിൽ ഷെയർ ചെയ്യേണ്ടതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇതാണ്, ഞങ്ങൾക്ക് PR കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ എല്ലാവരും അന്വേഷിക്കുന്നു. ഇപ്പോൾ പറയാൻ മതി, എല്ലാവരെയും അറിയിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയണം. അപ്പോൾ സന്തോഷം ചോദിച്ചാൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ മെയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മെയിൽ വന്നത്. എൻ്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് ഒരു എന്താ പറയുക, നമുക്കിതിൽ പ്രോസസ്സിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ലാസ്റ്റ് പ്രോസസ്സിനേക്കാൾ മുന്നത്തെ സ്റ്റെപ്പിൽ എന്തോ ടെക്നിക്കൽ എറർ വന്നിട്ട് സ്റ്റോപ്പായിരിക്കും, അല്ലെങ്കിൽ പോസ് ആയിരിക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് വറീഡൊക്കെ ആയിരുന്നു. ഫൈനലി ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് കിട്ടി. അപ്പോൾ PR അപ്രൂവായി. അപ്പോൾ ഇനി ഞങ്ങൾ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് കാനഡയാണ്. ഇനി നമുക്ക് PR ഉണ്ടെന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ കുറച്ച് 3 വർഷത്തെ കഷ്ടപ്പാടിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ PR-നെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ സ്റ്റുഡൻസ് എൻ്റെ പോലെ PR കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാനഡയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും PR വേഗം തന്നെ കിട്ടട്ടെ. എന്താ വെച്ചാൽ കിട്ടി കഴിഞ്ഞാൽ ഒരു ആശ്വാസം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്, ബിക്കോസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ കണ്ണ. So what do you want to say something about it, കണ്ണ? നമുക്ക് പിന്നെ എന്തായാലും അറിയില്ല, നമ്മൾ അച്ഛനെ എവിടേക്കാണ് പോകണം അവിടെ നമ്മളുണ്ട് അല്ലേ കണ്ണ. അത് തന്നെ പിന്നെ റീൽ എടുക്കണം. അപ്പോൾ ചിക്കുവിന് മെയിൻ ആണത് റീൽ എടുക്കാനാണ്. അപ്പോൾ അവൾക്ക് റീൽ എടുത്ത് കൊടുത്തിട്ട് അവളിതാ പോകുന്നത്. ഇപ്പോൾ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആണ്. ഇന്നൊരു 22 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. സ്റ്റാർട്ട് ചെയ്യാം 20th ജൂൺ 20th സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ 21st ഓക്കെ. സോ സമ്മർ ടോൾ മീ 20. ഓക്കെ, ചിക്കുവിന് വെക്കേഷൻ ആവാറായിട്ട് നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇവിടെ 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഈ 22 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നല്ല
നല്ല ക്ലൈമറ്റ് ആണ്, ചൂടാണ്, തണുപ്പൊന്നും സംഭവമേ ഇല്ല. നാട്ടിലെ സ്കൂള് തുടങ്ങിയത് ആ ചിക്കുവിന് വെക്കേഷൻ ആവാറായി. ചിക്കുവിന് ജൂൺ 28 വരെയുള്ളൂ ക്ലാസ് അല്ലേ, ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ ഇവിടെ ചിക്കു ഇപ്പോൾ ഉള്ള സ്കൂളിൽ 5th വരെ ഉള്ളൂ. അപ്പോൾ ചിക്കു ഈ സ്കൂളിൽ പ്രോം ഡേ ഒക്കെ ഉണ്ടാവും. പ്രോം ഡേ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യൽ ഏറ്റവും നമ്മുടെ എന്താ പറയുക, വെയിൽ കാരണം കാണില്ല ഈശ്വര, നമ്മുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ ഡേ, കൺവൊക്കേഷൻ ഡേ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ചിക്കുവിന് സ്കൂളിൽ ചിക്കുവിൻ്റെ ഗ്രാജുവേഷൻ ഡേ ഉണ്ട്. ബിക്കോസ് ചിക്കു 5th ഗ്രേഡ് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ചിക്കു പറയട്ടെ വരാൻ പറ്റില്ല. ശരി, അപ്പൊ അമ്മയൊന്നും ആരും വരാൻ പാടില്ല, കുട്ടികൾ മാത്രമായിട്ടുള്ള ഗ്രാജുവേഷൻ കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള പാർട്ടി ഉണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ച പാരന്റ്സിനൊക്കെ പോകേണ്ടി വരുന്നതാണ്. പക്ഷെ അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ചിക്കുവിന്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ ചിക്കു വെരി മച്ച് എക്സൈറ്റഡ് ആണ് അതിന് വേണ്ടിയിട്ട്. എന്താ ചിക്കുവിന് അറിയില്ല എന്താണ് ഈ ഗ്രാജുവേഷൻ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അത് എൻ്റെ ഗ്രാജുവേഷൻ കണ്ടിട്ട് എൻ്റെ ഗ്രാജുവേഷൻ എങ്ങനെയാണ്. ചിക്കു 5th ഗ്രേഡ് കഴിയാണ്. അത് ഈ സ്കൂളിൽ 5th വരെ ഉള്ളൂ. അപ്പോൾ അവർ ഇവിടുന്ന് പോവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടി പോലെ സ്കൂളിൽ. അപ്പോൾ അത് പ്രോം ഡേ ഉണ്ട് ചിക്കുവിൻ്റെ സ്കൂളിൽ. അതിനുശേഷം ചിക്കു ഏത് സ്കൂളിലേക്ക് പോകണം, മിഡിൽ സ്കൂളിലേക്ക് പോകാണ്. അങ്ങനെ ചിക്കു അങ്ങനെ 6th ഗ്രേഡിലേക്ക് വരികയാണ് അല്ലേ കണ്ണ. ചിക്കു നാട്ടിൽ പഠിച്ചത് LKG UKG ആണ്, സ്കൂളിലേക്ക് പോയി പഠിച്ചത്. പിന്നെ 1st ഉം 2nd ഹാഫും കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അല്ലേ കാരണം. ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് 3rd ക്ലാസ്സിലാണ് ചിക്കു ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതാണ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോയില്ലേ. യെസ്, അപ്പോൾ നമുക്കത് ചിക്കുൻ്റെ സ്കൂളാണ് അവിടുന്ന്. ഇതിൻ്റെ എറ്റാണ് ചിക്കുൻ്റെ സ്കൂള്. എൻ്റെ വീട് തന്നെ എൻ്റെ അപ്പുറമാണ്. അതെ, സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? അല്ല, അപ്പം എന്താണ് അപ്പോൾ ചിക്കു സൈക്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അതാണ് പറയണേ. അപ്പോൾ സ്കൂളിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ നാട്ടിലുള്ളപ്പോൾ പറയും എല്ലാവരും കാനഡ പോയാൽ എന്താണ് ഒന്ന് ഞാൻ ക്രോസ് ചെയ്തിട്ട്, കാനഡയിൽ പോകുമ്പോൾ ആപ്പിൾ പറിക്കാൻ പറ്റുമോ, ആപ്പിൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും വരാറുണ്ടല്ലോ. അപ്പോൾ ആപ്പിൾ ട്രീ നമ്മുടെ ഇവിടെ ഭയങ്കര, നമ്മുടെ നാട്ടില് എന്തുമാരുള്ള പോലെയെന്ന് പറയാ. അവിടെയും ആപ്പിൾ ട്രീ മിക്കതായിട്ടും ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ആപ്പിൾ ട്രീ ഉണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ആപ്പിൾ ഉണ്ടാവണല്ലോ കേട്ടോ, ഇങ്ങനെ മുട്ടായിട്ടുള്ള. അപ്പൊ ഇതാണ് ആപ്പിൾ ട്രീ. ഇതിന്റെ ഇവരുടെ ഞാൻ പറിച്ചിട്ട് മുളകും ഉപ്പും വെളിച്ചെണ്ണിട്ട് കഴിച്ചിട്ടുണ്ട്. യെസ്, പക്ഷേ ഈ ആപ്പിൾ ട്രീ ഇങ്ങനെ പൊട്ടിക്കല കണ്ട ആപ്പിളിന്റെ കളർ ഇട്ടതില്ല. അവിടെ ഫുള്ളിട്ട് ഇതില്. പക്ഷേ ഇവിടെ വേറെ സംഭവം പറയാനുള്ളത്, എനിക്ക് പല സ്ഥലത്തും എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടിനെ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ട്രീസ് ആപ്പിളൊന്നും പറയുന്നത് ഭയങ്കര നല്ല ആപ്പിളൊന്നും കിട്ടില്ല. ഒക്കെ എന്തെങ്കിലും കേടും അത് ചുളിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പം എന്തായാലും മറ്റേ ഒറിജിനൽ ആപ്പിൾ കുഞ്ഞു കുഞ്ഞു ആപ്പിൾ പോലെയാണ്. പക്ഷെ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ ഇതാണ് ആപ്പിൾ ട്രീ. കണ്ട കാണിച്ചത് ഇതാണ് ആപ്പിൾ ട്രീ. പോകുന്നത് ഇതാണ് ആപ്പിൾ ട്രീ. ഇത് വൈറ്റ് പൂക്കളാണ്. ഇത് ഇങ്ങനെ നിറയെ ആപ്പിൾസ് ഉണ്ടാവും, നിറയെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ആപ്പിള് ഇത് ആരും പൊട്ടിച്ച് കഴിക്കുന്ന ഒന്നും കാണല്ലേ. ഞാൻ ആരും കാണാം, നമ്മളാണ് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഞങ്ങൾ പൊട്ടിക്കാറുണ്ട്. ഞാൻ പരമാവധി നോക്കും പൊട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇതിലിപ്പോൾ ആപ്പിളിന്റെ മുട്ട അല്ലെങ്കിൽ എങ്ങനെ വിരിയണമെന്ന് എനിക്കും അറിയില്ല സത്യം. ആപ്പിള് വിരിഞ്ഞ് വീഴുമ്പോ താഴെ കുറെ കിടക്കണാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം. ഇവിടെ ഫുൾ ആപ്പിൾ ആയിരിക്കും താഴെ. ഇതാണോ എല്ലാവരുടെ വീട്ടിലത്തെ മരമാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലത്തെ മരമൊന്നുമല്ല. ഈ പൂക്കൂടാണ് തോന്നുന്നു. അല്ല, പൂവിൻ്റെ ഇതല്ലേ? പൂവാണ്, പക്ഷെ ഉണ്ടായി വരും. ഉണ്ടായി വരും. അപ്പൊ കാണിച്ചു തരാം. ആപ്പിൾ ഉണ്ടായി വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം ആപ്പിൾ അങ്ങനെ ഉണ്ടായി വരുന്നതെന്ന്. എന്താ വെച്ചാൽ ഇതൊരു ആപ്പിളായി വന്നിട്ടില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ആപ്പിളാവും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങും. അപ്പം നമുക്ക് ഈ റോഡിൽ ഫുള്ള് ഇവിടെ ഫുൾ ആപ്പിൾസ് ആവും, ഫുൾ ആപ്പിൾ.
യെസ് ഇതാണ് ആപ്പിൾ ട്രീ. അപ്പൊ ഇതാണ് ആപ്പിൾ ട്രീ. ഓക്കെ, ഇതോ കണ്ട അതാണ് നമ്മളെ വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല കണ്ണ നീയും വേണം വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. It's me signing off. Bye. Bye.